everyone, welcome back to our channel Food and Beauty. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മൈലാഞ്ചി അല്ലേ? അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള റെഡ് കളറിലുള്ള മെഹന്തി എങ്ങനെയാണ് മെഹന്തി പൗഡർ വെച്ചിട്ട് റെഡിയാക്കുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഭയങ്കര ഡാർക്ക് ബ്രൗൺ കളറിലല്ല വരുന്നത്, നാച്ചുറൽ ആയിട്ടുള്ള നല്ല ഡാർക്കായിട്ടുള്ള റെഡ് കളറിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് തന്നെ ആയിരിക്കും. എന്തായാലും നോക്കാം. നമുക്കിതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ തേയില ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിളച്ചു വരട്ടെ. നല്ല പോലെ കടുപ്പൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് അരിച്ചിട്ട് ആ ഒരു വെള്ളം മാത്രം എടുത്ത് മാറ്റി വെക്കണം. ഇനി നമുക്ക് വേണ്ടത് 100% നാച്ചുറലായിട്ടുള്ള മെഹന്തിയാണ്. ഓർഗാനിക് ആയിട്ടുള്ള ഖാദി മെഹന്തിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഓൺലൈനായിട്ട് വാങ്ങിയതാണ് കേട്ടോ. 320 രൂപയ്ക്ക് 4 പാക്കറ്റ് അവൈലബിൾ ആണ്. സോ ആമസോണിൽ നിന്ന് ഇതുപോലെ ഞാൻ വാങ്ങി ഇവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുടിയിലും അപ്ലൈ ചെയ്യാം, നെയിലിലും അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോയും കൂടി എടുത്തു എന്ന് മാത്രം. കുറച്ച് എമൗണ്ടിൽ ഞാൻ നെയിലിൽ അപ്ലൈ ചെയ്യാനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു മെഹന്തി ഡ്രൈ ആവുന്ന സമയത്ത് ഇതിൽ കളർ കിട്ടുന്ന കമ്പോണൻസ് എല്ലാം ഇനാക്റ്റീവായിട്ട് കിടക്കും. അപ്പോൾ നമുക്കൊന്ന് ആക്ടിവേറ്റ് ആയിട്ട് എടുക്കണം. ജസ്റ്റ് വെള്ളത്തിൽ അപ്ലൈ ചെയ്ത് 8 hours ഈ ഒരു കവറിൽ പറയുന്ന രീതിയിൽ വയ്ക്കുവാണെങ്കിൽ ഒരു ഗോൾഡൻ കളർ മാത്രമാണ് കിട്ടുക, മുടിയിലാണെങ്കിലും നഖത്തിലാണെങ്കിലും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 നാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. നാരങ്ങ എന്ന് പറയുന്ന ആസിഡാണ്. സോ ഈ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള കമ്പോണൻസിനെ എല്ലാം തന്നെ ഇത് ആക്റ്റീവ് ആക്കും. പിന്നെ ഇതിലേക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ചായ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാൻ പോവാണ്. അപ്പോൾ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് അല്പാൽപമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ എത്തുന്ന വരെ ഇതേ പ്രോസസ്സ് തുടരുക കേട്ടോ. അപ്പോൾ ഒത്തിരി വെള്ളമായി പോവരുത്, ഒത്തിരി കട്ടയായിട്ടും പോവരുത്. ഈ ഒരു രീതിയിൽ കട്ടയെല്ലാം ഉടച്ചു കൊടുത്ത് നമുക്ക് മിക്സ് റെഡിയാക്കി മാറ്റി വയ്ക്കണം. ഇതൊരു 24 hours എങ്കിലും വയ്ക്കണം, എന്നാൽ മാത്രമാണ് നല്ല കളർ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ മുടിയിലേക്കുള്ളതും കൂടി ഞാൻ റെഡിയാക്കുന്നുണ്ട്. ഹെന്ന മുടിയുടെ സ്കാൽപ്പിനെയൊക്കെ നല്ലപോലെ തന്നെ മോയ്സ്ചറൈസ് ചെയ്യാനും അതിൻ്റെ പ്രോബ്ലംസ് എല്ലാം ട്രീറ്റ് ചെയ്യാനും താരനൊക്കെ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. മുടി വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നരയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് കളർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതേ രീതിയിൽ തന്നെ ഇതേ പ്രോസസ്സ് തന്നെ ഹെന്ന മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് വച്ചിട്ടുള്ളത്. അത് മാത്രമാണ് ഇവിടെ പ്രത്യേകത. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഇത് 24 hours അല്ല, 48 hours വയ്ക്കുന്നുണ്ട്. 2 ദിവസം വയ്ക്കുന്നുണ്ട്. 2 ദിവസം വയ്ക്കുമ്പോഴേക്കും ഈ ഒരു മെഹന്തി മുഴുവനായിട്ട് ബ്ലാക്ക് കളറിലേക്ക് വരും കേട്ടോ. അപ്പോൾ എന്തായാലും 24 hours പിറ്റേ ദിവസമായിട്ടുണ്ട്. ഞാനിവിടെ നമ്മുടെ നെയിലിന് വേണ്ടിയിട്ടുള്ള മെഹന്തി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതും കുറച്ച് ഡാർക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഇറുക്കിലിയോ പിന്നോ ഒക്കെ ഉപയോഗിച്ചിട്ട് നെയിലിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പടർന്നൊക്കെ പോകുന്ന പേടിയുള്ളവരാണെങ്കിൽ ചുറ്റും വാസലിൻ തേച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ സ്കിന്നിലോട്ട് വരില്ല. നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ജസ്റ്റ് ഇങ്ങനെ കഴുകി കൊടുക്കുക. കഴുകി കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു ഡാർക്കായിട്ടുള്ള ഓറഞ്ച് കളറിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. നാച്ചുറൽ മെഹന്തി ആണെങ്കിൽ ഇതേ രീതിയിൽ മാത്രമായിരിക്കും വരിക. എന്നിട്ട് നല്ലപോലെ ഡ്രൈ ആകുമ്പോഴാണ് റെഡിഷ് കളറിലേക്ക് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിലിൽ നല്ലപോലെ ഓയിലോ അല്ലെങ്കിൽ വാസലിനോ അപ്ലൈ ചെയ്ത് കൊടുക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നല്ലപോലെ നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ, നാച്ചുറൽ മെഹന്തി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴാണ് കളർ വരുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ കളർ വരും. അപ്പോൾ 1 time ഇടുമ്പോൾ തന്നെ ഇതേ രീതിയിൽ കളർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നല്ലപോലെ കളർ വരണം, നല്ലൊരു കോട്ടിംഗ് ഒക്കെ വേണം എന്നുള്ളവരാണെങ്കിൽ ഒരു 2-3 times ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതേ മിക്സ് തന്നെ നമുക്ക് എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കാം. ഡ്രൈ ആയി പോവുകയാണെങ്കിൽ വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി. ഇപ്പോൾ കിടക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ നല്ലൊരു ഡാർക്ക് കളറിലേക്ക് വരും. ഇപ്പോൾ തന്നെ ഇത് ഇനഫ് ആണല്ലേ, നല്ല കളർ തന്നെയാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി മുടിയിൽ തേക്കാനുള്ള ചീനച്ചട്ടിയിൽ വെച്ചിട്ടുള്ള നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വെച്ചിട്ടുള്ള മിക്സ് ആയിരുന്നു ഇത്. ഇതിൻ്റെ കളർ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും, നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട്. ഇത് നെയിലിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ
ഒരു ബ്ലാക്കിഷ് കളറിലേക്ക് വരും. അപ്പോൾ അതത്ര കാണാൻ സുഖമുള്ള കളറല്ല കേട്ടോ. ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത്ര രസത്തിലുള്ളൊരു കളറല്ല വരിക, ഒരു ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് വരും. അപ്പോൾ ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം തന്നെയാണ്. മുടിയിൽ റെഡായിട്ടിരിക്കുന്നതിലും കുറച്ചുകൂടി നല്ലത് ഡാർക്കായിട്ടിരിക്കുന്നതല്ലേ. അപ്പോൾ നരയൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ഇത് കുറയാനായിട്ട്, കാണാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ സാധാ ഹെയർ ആണെങ്കിൽ കുറച്ചുകൂടി ഡാർക്ക് ഹെയർ ആയിട്ടും ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റിൽ പറയൂ കേട്ടോ. അതുപോലെ നല്ലപോലെ കളർ കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ. കുക്കിംഗ് ആൻഡ് ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസാണ് ഞാനിതിൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് അമർത്തി വച്ചേക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ അടുത്തൊരു അടിപൊളി കണ്ടൻറ്റുമായിട്ട്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.